രചന അഫ്നാഫി. അവതരണം ഷാവുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. ഹൃദയം നുറുകുന്ന വേദനയോടെയാണ് അവൻ ഇപ്രാവശ്യം കൊച്ചി എയർപോർട്ടിൽ വന്നിറങ്ങിയത്. തന്നെ കാണാനായി കൊതിയോടെ കാത്തിരുന്ന ആ നീലമിഴികൾ അവിടെ ഉണ്ടായിരുന്നില്ല. വീടെത്തും വരെയുള്ള അവിടെ കലപില സംസാരവും ഇത്തവണയില്ല. എല്ലാം ശൂന്യം. പതിവിന് വിപരീതമായി വീടെത്തിയാലുള്ള സന്തോഷവുമില്ല. കാറിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കുമ്പോൾ എല്ലാവരും തന്നെ നോക്കുന്ന അടക്കം പറയുന്നവൻ അറിയുന്നുണ്ടായിരുന്നു. എല്ലാം പരിചയമുള്ള മുഖങ്ങളാണ്. ആരെയും തലയുയർത്തി നോക്കാൻ കഴിയുന്നില്ല. മുന്നോട്ട് പോകും തോറും അവന്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടേയിരുന്നു. അകത്തുനിന്ന് തന്റെ കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുന്നു. അവളെ കാണാഞ്ഞിട്ടാവും. പാവം, അതിനറിയില്ലല്ലോ അതിന്റെ ഉമ്മ ഇപ്പൊ ഏതവസ്ഥയിലാണെന്ന്. ഹാളിലേക്ക് എത്തിയതും അവിടെ വെള്ളത്തുണിയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന തന്റെ പ്രാണനെ കണ്ടതും അവന്റെ സകല നിയന്ത്രണവും പോയിരുന്നു. കൊച്ചുകുട്ടികളെ പോലെ അവൻ വാവിട്ട് കരഞ്ഞു. തന്റെ തലവെട്ടം കണ്ടാൽ എന്ത് തിരക്കാണെങ്കിലും എവിടെയാണെങ്കിലും ഓടി വന്ന് തന്റെ നെഞ്ചിനുള്ളിൽ ഒതുങ്ങുന്നവളാണ്. ഇന്നൊരു നോട്ടം കൊണ്ട് പോലും തന്റെ സാമീപ്യമറിയാതെ കിടക്കുന്നത്. പാത്തു നോക്കടി, എൻ്റെ ഇക്കു വന്നൊന്ന് നോക്ക് പാത്തുമ്മ. ഈനോട് പിണക്കത്തിലാവൂലേ? കുറെ ആയില്ലേ ഈനോട് വരാൻ പറഞ്ഞിട്ട്, പറ്റാഞ്ഞിട്ടാടി. അല്ലാതെ മനഃപൂർവ്വം നിന്നെ ഒഴിവാക്കിയതല്ല മോള്. കുറച്ചധികം കാശുണ്ടാക്കി എൻ്റെ കൂടെ ഒന്ന് ഒരുമിച്ച് ജീവിക്കാനുള്ള കൊതി കൊണ്ടല്ലേ മോളെ ഞാൻ അവിടെ തന്നെ നിന്ന്. പിന്നെ എന്തൊക്കെയോ പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നവൻ. ജാസിലെ, നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഇത്രയും സമയം ഇനി മയ്യത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. ജാസിലിന്റെ സുഹൃത്ത് നിസാർ വന്ന് പറഞ്ഞു. ജാസിൽ തന്റെ പ്രാണന്റെ നെറ്റിയിലും കവിളിലും മതിവരുവോളം തന്റെ അത്രങ്ങൾ പതിപ്പിച്ചു. അവസാനമായി അവിടെ കൂടുന്നവരെല്ലാം ഈ രംഗം കണ്ടത് നിയന്ത്രണമില്ലാതെ കരഞ്ഞുകൊണ്ടിരുന്നു. പാത്തുമ്മ, പാത്തുമ്മ ഒന്ന് നോക്ക് മോളെ. ഇനി എന്റെ ഇക്ക് എന്നെ വിട്ട് എങ്ങോട്ടും പോയില്ലടി. ഒന്ന് എണീക്കടി പാത്തു മോളെ. ജാസിൽ ഉറക്കെ കരഞ്ഞു. ആർക്കോ ചേർന്ന് അവനവിടെ അടുത്തുനിന്നും ബലമായി പിടിച്ചു മാറ്റി. പിന്നീടെല്ലാം വളരെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു. അവസാനം തന്റെ പ്രിയപ്പെട്ടവളുടെ കബറിടത്തിലേക്ക് 3 പിടി മണ്ണ് വാരിയിടുമ്പോഴും അവന്റെ മിഴികൾ തോരാതെ പെയ്തുകൊണ്ടിരുന്നു. ഏറെ സമയം അവൻ ആ പള്ളിക്കാട്ടിൽ അവളുടെ കബറിനരികൾ തന്നെ ഇരുന്നു. രാത്രി ഇരുട്ടി തുടങ്ങിയപ്പോൾ അവന്റെ സുഹൃത്തുക്കൾ നിർബന്ധിച്ചപ്പോഴാണ് അവൻ വീട്ടിലേക്ക് മടങ്ങിയത്. വീടെത്തിയതും അവൻ ആർക്കും ശ്രദ്ധ നൽകാതെ തങ്ങളുടെ റൂമിൽ കയറി ഡോറിൽ ലോക്ക് ചെയ്തു. അതിനുള്ളിൽ അവളുടെ കുസൃതികളും ചിരിയും തങ്ങളുടെ സ്വകാര്യ നിമിഷങ്ങളും അവന്റെ ഉള്ളിൽ മിന്നിമറഞ്ഞു. അവൻ റൂമിലാകെ ഒന്ന് കണ്ണോടിച്ചു. എല്ലാം വൃത്തിയിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര വൃത്തിക്കാരിയായിരുന്നു അവൻ. താൻ ഡ്രസ്സോ മറ്റോ എന്തെങ്കിലും വലിച്ചു വാരിയിട്ടാൽ ചെവിതല കേൾപ്പിക്കുമായിരുന്നില്ല പെണ്ണ്. എല്ലാം ഓർക്കും തോറും അവന് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്ത്. ഏതോ നമ്പരാണ്. ആ റിങ് അവസാനിക്കുന്നത് നോക്കി അവൻ ഇരുന്നു. റിങ് അവസാനിച്ചതും ഹോം സ്ക്രീനിൽ പുഞ്ചിരി തൂവിൽക്കും തങ്ങളുടെ പിക്ക് കണ്ടതും അവന്റെ കണ്ണിൽ വീണ്ടും കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. അപ്പോഴാണ് അവൾ തനിക്ക് അയച്ചെന്ന കുറെ വോയിസ് മെസ്സേജ് താൻ കേൾക്കാതെ സീൻ ചെയ്തു വെച്ച് അവന് ഓർമ്മ വന്നത്. ജാസിൽ പെട്ടെന്ന് അവരുടെ ഫോണിൽ വാട്സാപ്പ് ഓപ്പണാക്കി. തന്റെ ചാറ്റ് ഓപ്പണാക്കാൻ വേണ്ടി സെർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് ഏറ്റവും മുകളിലായി ഇക്കു എന്ന് പിൻ ചെയ്തു വെച്ചത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. വിറക്കുന്ന കരങ്ങളാൽ അവൻ ആ ചാറ്റ് ഓപ്പണാക്കി. ഇക്കോ, അസ്സലാമലൈക്കും. താങ്കൾ വിളിക്കാതെ? അങ്ങോട്ട് വിളിച്ചാലോട്ട് എടുക്കത്തൂല. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർക്ക് തിരക്ക്? അവളുടെ പരിഭവ വോയിസിൽ നിന്ന് അവൻ മനസ്സിലായി. ഇനിയൊന്നും മനസ്സിലാക്കിയിട്ടെന്ത് കാര്യം? എന്നെ തനിച്ചാക്കി പോയില്ലേ അവള്? ജാസിൽ നെടുവീർപ്പെട്ടു. അവൻ അടുത്ത മെസ്സേജ് ഓപ്പണാക്കി. ഇക്ക, നല്ല തലവേദന ഉണ്ട്. എന്താണാവോ ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട്. ഡോള കഴിച്ചാൽ കുറഞ്ഞിരുന്നു, ഇപ്പൊ അതും ഏൽക്കുന്നില്ല. അപ്പോഴാണ് ജാസിൽ അവൾ ഇടയ്ക്കിടെ പറയും തലവേദനയെ കുറിച്ച് ചിന്തിച്ച്. എന്തെങ്കിലും അസുഖമാണെന്ന് അവൾ പറയുമ്പോൾ താൻ പിന്നീട് അത് കുറഞ്ഞോ എന്ന് പോലും അവളോട് ചോദിച്ചിരുന്നില്ല. അതിന് അവൾക്ക് എന്നും പരാതിയായിരുന്നു. മുഖത്ത് ദേഷ്യം വരുത്തി കണ്ണുരുട്ടി അവൾക്കൊരു പറച്ചിലുണ്ട്. ഞാൻ മരിച്ചാലും നിങ്ങൾക്ക് എന്റെ വില അറിയൂ എന്ന്. അപ്പൊ കരഞ്ഞ് തലവിളിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. അന്നേരം അവളുടെ ദേഷ്യം കൂട്ടാറുന്നോണം നീ മരിച്ചാൽ ഞാൻ വേറെ കിട്ടുമെന്ന് പറഞ്ഞ് അവളെ ഭ്രാന്താക്കിയിരുന്നു. അവസാനം ഫോൺ വെച്ചൊരു പോക്കാണ് പെണ്ണ്. ജാസിൽ ഓർമ്മകളിൽ നിന്ന് ഉണർന്ന് അടുത്ത വോയിസ് പ്ലേ ചെയ്തു. എന്താ ഇക്ക വോയിസ് ഒന്നും കേൾക്കാതെ? ഇതിന് മാത്രം തിരക്കുണ്ട് നിങ്ങൾക്ക്? ഇത്ര തിരക്കാണെങ്കിൽ അവിടെ നിൽക്കണ്ട, നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നോളി. ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കഴിയാം. ആ ശബ്ദം അവിടെ നിലച്ചു. അടുത്ത ടൈപ്പ് ചെയ്ത് അയച്ച മെസ്സേജ് ആയിരുന്നു. താനും ശ്രദ്ധിച്ചിട്ടില്ലെന്ന് ജാസിൽ ഓർത്തു. വോയിസ് അയച്ചാൽ കേൾക്കൂലെന്നറിയാം. 2-3 ദിവസമായിട്ട് ഇപ്പോൾ അതാണുള്ള അവസ്ഥ. വിളിക്കുകയും ചെയ്യില്ല, മെസ്സേജ് അയക്കുകയും ചെയ്യില്ല. അതാ ടൈപ്പ് ചെയ്ത് അയച്ച്. ഇതെങ്കിലും ഒന്ന് വായിച്ച് റിപ്ലൈ തരണേക്ക. നിങ്ങൾ എന്നാ വരുന്നേ? എനിക്ക് കാണാൻ പൂതിയാവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പോയിട്ട് എത്രയായി എന്നറിയാം. നിങ്ങളൊരു നോക്ക് കാണാൻ പറ്റാതെ ഈ ദുനിയാവ് വിട്ട് പോവേണ്ടി വരുമെന്നൊരു പേടിയപ്പോൾ മനസ്സിൽ. എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിച്ച കൊതി തീർന്നിട്ടില്ലേക്കോ. അതിനുമുമ്പ് പടച്ചോനെ വിളിക്കുന്നിങ്ങനെ തോന്നുക. പെട്ടെന്ന് വരാൻ നോക്കണേക്കോ, കാരണം അത്രയ്ക്ക് കൊതിയായിട്ടാ. ആ മെസ്സേജ് അവിടെ അവസാനിച്ചു. അവസാനമായി അയച്ചൊരു വോയിസ് കൂടെ ജാസിൽ ഓപ്പണാക്കി. ഇന്നലെ രാവിലെ അയച്ചതാണ്. താനത് എടുത്ത് നോക്കിയിട്ടുമില്ല.
എടുത്തു നോക്കിയിട്ടും കാര്യമില്ല. എപ്പോഴത്തെയും പോലെ താനെ സീൻ ചെയ്തിടുകയേ ചെയ്യുള്ളൂ. അവനോട് തന്നെ പുച്ഛം തോന്നി. ജാസിൽക്ക എന്താണെന്നറിയില്ല, വല്ലാത്ത ക്ഷീണം പോലെ, തലവേദനയാണ് വിട്ടു പോകുന്നുമില്ല. പിന്നെ കുറച്ച് ദിവസമായിട്ട് ഉപ്പയെ സ്വപ്നം കാണാം. മൂപ്പരിനെ വിളിക്കുന്നുണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട്. അപ്പം ഞാനങ്ങ് പോയിട്ടോ, പറഞ്ഞില്ല എന്ന് വേണ്ട. എന്നെ ജീവനോടെ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വന്നോളി. പിന്നെ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടം. എൻ്റെ പ്രാണനങ്ങൾ. എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത വല്ലതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണം കേട്ടോ. അസ്സലാമലൈക്കും. അവിടെ ആ ശബ്ദത്തോട് അവസാനിച്ചപ്പോൾ ജാസിൽ നിയന്ത്രണമില്ലാതെ പൊട്ടിക്കരഞ്ഞു. ദിവസങ്ങൾ ആരെയും കാത്തു നിൽക്കാതെ ഓരോന്നായി കൊഴിഞ്ഞുകൊണ്ടിരുന്നു. ജാസിൽ കൂടുതൽ സമയം തങ്ങളുടെ റൂമിലും അവളുടെ ഓർമ്മകളിലും കബറിനരികിലുമായി ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. കുഞ്ഞിനെ പോലും അവ വേണ്ട വിധം ശ്രദ്ധിച്ചിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ജാസിൽ ഷെൽഫിൽ എന്തോ തിരയുമ്പോൾ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനും കൂടെ തന്നെ ഒരു ഡയറിയും കിട്ടിയത്. അതെടുത്ത് നോക്കിയത് അവന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ തോന്നി. ഉമ്മാ ഉമ്മാ, അവൻ അലറി വിളിച്ചു. എന്താ മോനെ? ഉമ്മ, നിങ്ങൾക്ക് അറിയായിരുന്നു ഉമ്മ ഓള് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു എന്ന്? അതോ എല്ലാവരും കൂടി എന്നെ ഇത് മറച്ചു വെച്ചാണോ? അവൻ തേങ്ങിക്കാരനോട് ചോദിച്ചു. പ്രതീക്ഷിക്കാതെന്തോ കേട്ട ഞെട്ടലായിരുന്നു ഐഷുമ്മേ. ഇല്ല മോനെ, എനിക്കറിയില്ലായിരുന്നു. ഓള് ഇടയ്ക്കൊക്കെ തലവേദനയാണെന്ന് പറഞ്ഞ് പോകണാണ്. കൂട്ടുവരണമെന്ന് ചോദിച്ചാൽ അതിനവള് സമ്മതിക്കാറുമില്ല. അവൾക്ക് ബ്രെയിൻ ട്യൂമർ ആയിരുന്നു ഉമ്മ. ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. അറിഞ്ഞപ്പോഴേക്കും ഒരു വാക്ക് അവൾക്ക് എന്നോട് പറയായിരുന്നില്ല ഉമ്മ. ഈ ലോകത്ത് എവിടെ കൊണ്ടുപോയിട്ടാണെങ്കിലും ഞാൻ അവൾ ചികിത്സക്കായിരുന്നില്ലേ. ജാസിൽ ഉമ്മയെ വട്ടം പിടിച്ചുകൊണ്ട് തേങ്ങി കരഞ്ഞു. ഉമ്മാൻ്റെ കുട്ടി കരയണ്ട, ഓൾക്ക് പഠിച്ചവന് അത്രയും ആയുസ് ഏകിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ആയുഷ്മാനെ സമാധാനപ്പെടുത്താൻ നോക്കി. എന്തു പറഞ്ഞാലോ ആ നെഞ്ചിലെ കനൽ അണയില്ലെന്ന് അവർക്കറിയാം. പെട്ടെന്ന് ജാസിൽ എന്തോ ഓർത്ത പോലെ ഉമ്മയെ വിട്ട് റൂമിലേക്ക് വേഗത്തിൽ പോയി. ശേഷം നേരത്തെ കണ്ട ഡയറി കയ്യിലെടുത്തു. വിറക്കുന്ന കൈകളാൽ അവൻ ആ ഡയറിയുടെ താളുകൾ മറിക്കാൻ തുടങ്ങി. തുടക്കത്തിൽ തന്നെ മനോഹരമായി എഴുതിയിട്ടുണ്ട്, ഐ ലവ് യു ജാസിക്ക എന്ന്. ജാസിൽ അടുത്ത പേജ് വായിക്കാൻ തുടങ്ങി. ഒരുപക്ഷെ എൻ്റെ മരണശേഷം മാത്രമായിരിക്കും ഇക്കോ ഈ നിങ്ങളുടെ കയ്യിലെത്തുക. എല്ലാം അറിഞ്ഞില്ലേ? ലാസ്റ്റ് സ്റ്റേജ് ആയിരുന്നു ഇക്കോ. അതാണ് ആരോടൊന്നും പറയാണ്ടിരുന്നത്. ഡോക്ടറിൻ്റെ വിധി എഴുതി കഴിഞ്ഞിരുന്നു. പിന്നെ എന്തിനാ മറ്റുള്ളവരോട് പറഞ്ഞ് വെറുതെ ഓലക്കൂടി വിഷമിപ്പിക്കുന്നെന്ന് വിചാരിച്ച് നിങ്ങളോട് പറയാണ്ടിരുന്ന അതുകൊണ്ടാട്ടോ. എനിക്ക് ബ്രെയിൻ ട്യൂമറാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് തിരക്കാണെങ്കിൽ അത് ഒഴിവാക്കിൻ്റെ അടുത്തേക്ക് വരുമെന്ന് എനിക്കറിയാം. ഇത്രയും കാലം സ്നേഹത്തോടെ മാത്രം നോക്കിയിരുന്ന നിങ്ങളെന്നെ സഹതാപത്തിൻ്റെ പുറത്തുകൂടി ഇനി നോക്കില്ലേ? അതാലോചിച്ചപ്പോൾ നിങ്ങളോടും പറയാൻ തോന്നിയില്ല. കൂടെ വരുന്നില്ലേ എന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ഇതുണ്ടായിരുന്നു. ഇക്കോ, നിങ്ങളിപ്പോൾ റൂമിൽ തന്നെ ചടഞ്ഞുകൂടി ഇരിക്കുകയായിരിക്കും അല്ലേ? അങ്ങനെ ചെയ്യല്ലേ കേട്ടോ. ഇടയ്ക്കൊക്കെ എൻ്റെ വീട്ടിലേക്ക് പോകണം. ആ പാവം ഇപ്പം എല്ലാം കൊണ്ട് ആകെ തകർന്നിരിപ്പാവും. ഉമ്മാക്കെല്ലാം അറിയാം. ഉമ്മാനെ അറിയിക്കില്ല എന്ന് വിചാരിച്ചതാ. ഹോസ്പിറ്റലിൽ പോകാൻ കൂട്ടുവേണ്ടെന്ന് കരുതി മാത്രം പറഞ്ഞതാ. പിന്നെ ഇക്കോ, ഞാനില്ലേ ഒരു ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോൾ നിങ്ങളെ പഴയ കാമുകീനെ കണ്ടു. ഓൾക്കിന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ, പക്ഷേ ഞാൻ മറക്കൂലല്ലോ. ഓളിപ്പോഴും കല്യാണം കഴിച്ചിട്ടില്ല അത്രേ. കാരണം ചോദിച്ചപ്പോൾ ആദ്യമൊന്നും പറഞ്ഞില്ല. പിന്നെ എന്നോട് പറഞ്ഞു തന്നു നിങ്ങളെ ലവ് സ്റ്റോറിയും നമ്മളമ്മ സമ്മതിക്കാത്തതല്ല. ഓള് പറയാ ഓൾക്ക് ഇപ്പോഴും നിങ്ങളെ ഇഷ്ടമാണെന്ന്, മറക്കാൻ പറ്റുന്നില്ല എന്ന്. അപ്പം എനിക്ക് വന്ന ദേഷ്യം എത്രയാണെന്ന് അറിയും നിങ്ങൾക്ക്. ഞാനങ്ങോട്ട് ക്ഷമിച്ചാ. പിന്നീടാണിക്കോ ഞാനൊരു കാര്യം ആലോചിച്ച്, ഞാൻ മരിച്ച ഇക്കോ ഒറ്റക്കാവില്ലേ? നമ്മളെ മോനൊരു ഉമ്മാൻ്റെ സ്നേഹം കിട്ടില്ലല്ലോ എന്നൊക്കെ. അതുകൊണ്ട് നിങ്ങൾ ഓളെ കല്യാണം കഴിക്കണം കേട്ടോ. നിങ്ങളെ കൊണ്ട് പറ്റൂല എന്നെനിക്കറിയാം. എന്നാലും നമ്മളെ മോന് വേണ്ടിയിട്ട് നിങ്ങളത് ചെയ്യണം. ഓനൊരു ഉമ്മാൻ്റെ സ്നേഹം അറിഞ്ഞ് വളരേണ്ട സമയമായി ഇപ്പോൾ. പ്ലീസ് ഇക്കോ, പറ്റില്ല എന്ന് പറയരുത് കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾ ഒരുമിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ പഠിച്ചോന് എനിക്കിങ്ങനൊരു അസുഖം തന്നു അല്ലേക്കോ. അവസാനം എഴുതിയ വരികളിൽ മഷി പരന്ന് പിടിച്ചിരുന്നു. അവളുടെ കണ്ണുനീർ വീണിട്ടാവും. പിന്നീടൊന്നും എഴുതിയിട്ടില്ല. ജാസിൽ ഒരു അലർച്ചയോട് ഉറക്കത്തിൽ ഞെട്ടിണർന്നു. ആ AC-യുടെ തണുപ്പിൽ അവനാകെ വിയർത്തിരുന്നു. മിഴികളിൽ നിന്നും കണ്ണുനീർ പുറത്തേക്ക് ചാടാൻ വെമ്പൽ കൊള്ളുന്നുണ്ടായിരുന്നു. കണ്ട സ്വപ്നം അവനെ അത്രമാത്രം പിടിച്ചുലുക്കിയിരുന്നു. ജാസിൽ പെട്ടെന്ന് ഫോൺ കയ്യിലെടുത്തു. സമയം പുലർച്ചെ 1 മണിയായിരുന്നു. അവൾ ഉറങ്ങാവും. എന്നാലും സാരമില്ല, ആ ശബ്ദമൊന്നും കേട്ടില്ലെങ്കിൽ തനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. ജാസിൽ അവൾക്ക് കോൾ ചെയ്തു. ആദ്യത്തെ 2 റിംഗിൽ അവൾ ഫോൺ എടുത്തില്ല. ജാസിലിന്റെ ചങ്കിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. 3ാമത്തെ റിംഗ് പകുതിയായപ്പോഴേക്കും പാത്തു ഉറക്കച്ചടോടെ ഫോണിലേക്ക് നോക്കി. പുഞ്ചിരിച്ചു നിൽക്കുന്ന തന്റെ പ്രിയതമന്റെ മുഖം കണ്ടതും അവളുടെ ചുണ്ടിലെ ചിരി മിന്നിമാഞ്ഞു. ഉറക്കമുറിഞ്ഞതിന്റെ നേരിയൊരു ദേഷ്യവും ഈ സമയത്തുള്ള ഉള്ളിൽ ചെറിയൊരു പേടി അവൾക്കുണ്ടായിരുന്നു. പാത്തു, ജോർങ്ങിയിരുന്നോ? കോൾ കണക്ട് ആയതും ജാസിൽ ചോദിച്ചു. അല്ല, ബ്രേക്ക് ഡാൻസ് കളിക്കായിരുന്നു. ഈ നട്ടപ്പാതിരിക്ക് അതല്ലേ പണി.
ഉരുളക്കുപ്പേരി പോലെ പാത്തുവിന്റെ മറുപടി അത് കേട്ടവൻ ജാസിൽ പൊട്ടിച്ചിരിച്ചു. നിങ്ങൾ കിണിക്കാതെ വിളിച്ച കാര്യം പറ മനുഷ്യ. പാത്തു കുറച്ച് കലിപ്പിട്ട് പറഞ്ഞു. നിന്റെ തലവേദന മാറിയോടി? പശുവും ചത്തു മോരിലെ പുളിയും പോയി. ഇപ്പോഴാണോ നിങ്ങൾക്ക് എന്റെ തലവേദനയുടെ കാര്യം ഓർമ്മ വന്ന്? അതൊക്കെ കുറഞ്ഞു എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ആ മെസ്സേജ് അയച്ചിരുന്നല്ലോ. അതെങ്ങനെയാ? അതൊന്നും എടുത്തു നോക്കാനുള്ള ടൈമൊന്നും നിങ്ങൾക്കില്ലല്ലോ. തിരക്കായതുകൊണ്ടല്ലേ പോലെ. സോറി, ജാസിൽ ധൈര്യമായി പറഞ്ഞു. ഇത് ചോദിക്കാനാണോ നിങ്ങളിപ്പോൾ വിളിച്ചേ? അത് ഞാനൊരു സ്വപ്നം കണ്ടിടി. അത് കണ്ടത് നിന്നെ ഒന്ന് കാണാനും എന്നെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിക്കാനാ തോന്നിയത്. അതൊന്നും ഇപ്പം നടക്കില്ലല്ലോ, അതാ വിളിച്ചേ. സ്ഥിരം സ്വപ്നം തന്നെയാണോ അതുപോലെ ചേഞ്ചും ഉണ്ടോ? സ്ഥിരം സ്വപ്നോ? ജാസിൽ സംശയത്തോടെ ചോദിച്ചു. ആ, നിങ്ങളുടെ ആഷിഖ്മാനായ അതാണല്ലോ നിങ്ങൾ ആ കാണുന്നേ. പാത്തു കുസൃതി ചിരിയോടെ പറഞ്ഞു. ഒന്ന് പൂടി, ഇതാവുന്നല്ലോ ഉണ്ട്. അവനൊരു ചിരിയോടെ പറഞ്ഞു. പിന്നെ എന്താണ് മോനെ ജാസിലെ കണ്ടേ? അത് എന്നെ കാണാൻ തോന്നാൻ മാത്രം. ഇനി ഞാനെങ്ങാനും തട്ടിപ്പോകുന്നാണോ? ജാസിൽ ഇടർച്ചയോടൊന്ന് മൂളി. അയ്യേ, ഒരു സ്വപ്നല്ലേക്കോ. നിങ്ങൾ സങ്കടപ്പെടണ്ട കേട്ടോ. ഞാൻ പോകുമ്പോ നിങ്ങളെയും കൊണ്ടേ പോകും, പോരെ? ഒന്ന് പോടി. ആ സ്വപ്നം ശരിക്കും നടന്ന പോലെ തോന്നുന്നു എനിക്ക്. എന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. നിന്നെ കാണാൻ തോന്നുന്ന പാത്തുമ്മ. ജാസിൽ സങ്കടത്തോടെ പറഞ്ഞു. സാരല്ല കേട്ടോ, എന്റെ പൊന്നി വിഷമിക്കണ്ട. എടി, ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല. എനിക്ക് വയ്യ ഇനി നീയില്ലാതെ തനിച്ചിങ്ങനെ ജീവിക്കാൻ. ഇവിടെ 1 വർഷം നിന്നാലേ നിന്റെ കൂടെ 1 മാസം നിൽക്കാൻ പറ്റൂ. അങ്ങനെ ഇനി വേണ്ട. ഇനി നമ്മൾ ഒരുമിച്ച് മതി. അത് കേട്ടതും പാത്തുവിന്റെ മനസ്സിൽ 1000 ലഡു ഒന്നിച്ച് പൊട്ടി. അവൾക്ക് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ തോന്നി. ഓരോ സ്വപ്നം കൊണ്ടുണ്ടാവുന്ന ഗുണങ്ങളെ പാത്തു ആത്മഹതിച്ചു. അല്ല മോനെ, ഞാൻ മരിച്ചു എന്നിട്ട് നിങ്ങൾ വേറെ കെട്ടിയോ? അവൾക്കറിയേണ്ടത് അതായിരുന്നു. പെണ്ണല്ലേ വർഗം. അത് കേട്ടവൻ ജാസിൽ ഉറക്കി ചിരിച്ചു. അപ്പൊ കെട്ടിയല്ലേ ദുഷ്ടോ? പാത്തു ചിണുങ്ങിക്കൊണ്ട് ചോദിച്ചു. ഇല്ലടി, കെട്ടിയില്ല. അപ്പോഴേക്കും ഉണർന്നില്ലേ? പക്ഷേ പെണ്ണിനെയൊക്കെ നീ തന്നെ കണ്ടുവച്ചിരുന്നു. ജാസിൽ ചെറുചിരിയോടെ പറഞ്ഞു. അത് കേട്ടതും പാത്തു അന്തം വിട്ടു. ഞാനോ? നിങ്ങൾക്കോ? നടന്നു തന്നെ. അതുകൊട്ടെ, ഏതായിരുന്നു പെണ്ണ്? ഷാഹിന. ഏത്, നിങ്ങളുടെ പഴയ കാമുകിയോ? പാത്തു സംശയത്തോടെ ചോദിച്ചു. ആടി, അവള് തന്നെ. സത്യം പറയിക്കോ. നിങ്ങളെ പൂതി പറയില്ലേ? ഓളെ കല്യാണം കഴിഞ്ഞല്ലേ? സ്വപ്നല്ലടി പൊട്ടത്തിയേ, എന്തും നടക്കൂലേ? അതൊക്കെ നടക്കും. അതെ, ഞാൻ കാര്യം പറഞ്ഞേക്കാം. ഷാഹിന എന്നല്ല, ഞാൻ മരിച്ച ആ സ്ഥാനത്തേക്ക് നിങ്ങൾ മറ്റൊരാളെ കൊണ്ടുവരാൻ പാടില്ല. നിങ്ങൾ വെറുതെ പോലും അങ്ങനെ ചിന്തിക്കുന്ന എനിക്ക് സഹിക്കില്ല. അവളുടെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞപ്പോഴാ സത്യം പറഞ്ഞാൽ എനിക്ക് ആശ്വാസമായത്. അതുവരെ നിങ്ങളുടെ കൂടെയാണെങ്കിൽ ഒരുക്കിയിട്ടാ ഞാൻ ജീവിച്ചിരുന്നത്. അറിയോ നിങ്ങൾക്ക്? പാത്തു ദേഷ്യത്തോടെയും അതിലുപരി സങ്കടത്തോടെയും പറഞ്ഞു. നീയല്ലേടി എൻ്റെ എല്ലാം, എൻ്റെ ജീവനല്ലേ മോളെ നീ. നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ഞാൻ കൊണ്ടുവരുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? അതൊന്നുമില്ല. എന്നാലും എനിക്ക് പറയാനുള്ളത് പറയണ്ടേ. ഇനി അഥവാ ഞാനെങ്ങാനും മരിച്ചാൽ എല്ലാവരും കൂടി നിർബന്ധിച്ച് ഞങ്ങൾക്ക് വേറെ കെട്ടാൻ തോന്നും. ആ തോന്നലപ്പോൾ വരാതിരിക്കാനാ ഞാനിപ്പോൾ ഇതൊക്കെ പറഞ്ഞ്. മറുപടിയായവന്റെ ചിരിയപ്പുറന്നവൾ കേട്ടു. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അവരുടെ ഫോൺ വിളി നീണ്ടുപോയി. അവസാനം സംസാരിക്കുന്നതിനിടയിൽ അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായതും ജാസിൽ കോള് കട്ടാക്കി. ശേഷം ഇൻസ്റ്റയിൽ കയറി ഷാഹിന് തലേദിവസത്തെ പോസ്റ്റ് അവൻ വീണ്ടും വായിച്ചു. മറ്റൊരാളുടെ മഹറിന് അവകാശിയാവാൻ കഴിയാതെ നിനക്ക് വേണ്ടി മാത്രമാണ് ഈ ഉളവുടെ കാത്തിരിപ്പ് മുഴുവനും. പറിച്ചു മാറ്റാൻ പറ്റാത്തത്രയും ആഴത്തിൽ നീ എന്നിൽ വേരുറച്ചു പോയല്ലോ പ്രിയനെ. ഈ കാത്തിരിപ്പ് എൻ്റെ മരണം കൊണ്ടല്ലാതെ അവസാനിക്കില്ലെന്നറിയാം. എങ്കിലും കാത്തിരിക്കുന്ന നിനക്കായി ഇന്നും എന്നെങ്കിലും എന്നിലേക്ക് അണയുമെന്ന പ്രതീക്ഷയോടെ. ഷാഹി ജാസിൽ. എന്തിനെന്നറിയാതെ ആ മൊബൈൽ സ്ക്രീനിലേക്ക് തുള്ളിക്കണ്ണുനീർ ജാസിലിന്റെ മിഴികളിൽ നിന്ന് അടർന്നു വീണു.